വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ്, ദോഹ, ഖത്തർ. അധ്യായം 441. ജീവിതം തുറക്കുന്ന മനുഷ്യ പുസ്തകങ്ങൾ. മാനവ സംസ്കൃതിയുടെ നവോത്ഥാന ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായങ്ങളാണ് എഴുത്തുവിദ്യയുടെ കണ്ടുപിടുത്തം അടയാളപ്പെടുത്തുന്നത്. ലോകം പുരോഗമിച്ച് പുസ്തകങ്ങളും സാഹിത്യ സൃഷ്ടികളുമൊക്കെ വിവിധ രൂപഭാവങ്ങളിൽ മനുഷ്യരെ നവീകരിക്കുകയും വിമലീകരിക്കുകയും ചെയ്തു വരുന്നു. ആദാനപ്രദാനങ്ങളിലൂടെ സാമൂഹികവും സാംസ്കാരികവുമായ മൂല്യങ്ങളും പാരമ്പര്യങ്ങളുമാണ് മാനവരാശി കൈമാറി വരുന്നത്. എന്നാൽ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരിലൂടെയും കൂടിയാണ്. ഓരോ മനുഷ്യനും ഓരോ തുറന്ന പുസ്തകമാണ്. വായിക്കാൻ അറിയുന്നവർക്ക് മാത്രം അവയിൽ നിന്ന് ജീവിത പാഠങ്ങൾ ലഭിക്കും. ഹ്യൂമൻ ലൈബ്രറിയെക്കുറിച്ച് വിജയമന്ത്രങ്ങൾ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പുസ്തകം വായിക്കുന്നതിന് പകരം ഒരു വ്യക്തി തന്നെ നമുക്ക് മുന്നിലെത്തി നേരിട്ട് കഥ പറഞ്ഞു തരും. അതെ, മനുഷ്യ ലൈബ്രറിയിൽ പുസ്തകങ്ങൾക്ക് പകരം കഥ പറയാൻ മനുഷ്യരെയാണ് കടം കൊടുക്കുന്നത്. ഇവരെ മനുഷ്യ പുസ്തകങ്ങളെന്നാണ് വിളിക്കുക. ഡെൻമാർക്കിലാണ് ആദ്യമായി ഹ്യൂമൻ ലൈബ്രറി ആരംഭിക്കുന്നത്. മനുഷ്യരുടെ മുൻവിധികളെപ്പറ്റി മറ്റുള്ള മനുഷ്യരുമായി സംസാരിക്കുക. ഈ മനുഷ്യ ലൈബ്രറിയിലുള്ള മനുഷ്യ പുസ്തകങ്ങൾക്ക് ഒട്ടേറെ ജീവിതാനുഭവങ്ങളുണ്ടാകും. അതെല്ലാം ഇവരെ തേടി വരുന്നവർക്ക് പകർന്നു കൊടുക്കുക, അറിവ് പങ്കുവയ്ക്കുക, ഇതെല്ലാമാണ് മനുഷ്യ പുസ്തകങ്ങൾ ചെയ്യുക. ഇപ്പോൾ 80-ലേറെ രാജ്യങ്ങളിൽ മനുഷ്യ ലൈബ്രറികൾ സ്ഥിരമായല്ലെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കിവിടെ പലതരത്തിലുള്ള ആൾക്കാരെ കടം വാങ്ങിക്കാം. ഓട്ടിസമുള്ള വ്യക്തികളെ, അഭയാർത്ഥിയായി ജീവിക്കുന്നവരെ, ട്രാൻസ്ജെൻഡറുകളെ, വീടില്ലാത്ത വ്യക്തികളെ, അങ്ങനെ അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ പേരെ നമുക്കവിടെ കാണുവാനും സംസാരിക്കുവാനും സാധിക്കും. നമുക്ക് അവരോട് സംസാരിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, ചിരിക്കാം, കരയാം, പലതും തുറന്ന് ചർച്ച ചെയ്യാം. 2000-ൽ സ്റ്റോപ്പ് വയലൻസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ഡാനി അബർഗലാണ് ആദ്യമായി ഈ ആശയം മുന്നോട്ട് വെച്ചത്. യുവാക്കളുടെ ഇടയിലുള്ള അക്രമവാസന നശിപ്പിക്കാൻ ചർച്ചകളും സംസാരങ്ങളും ഉപകാരപ്പെടുമെന്ന് സ്റ്റോപ്പ് വയലൻസ് എന്ന സംഘടന കണ്ടെത്തുകയും യൂറോപ്പിലെ ഏറ്റവും വലിയ സംഗീതമേളയായ റോസ്കിൽഡ് ഫെസ്റ്റിവലിലെത്തുന്ന സന്ദർശകർക്കിടയിൽ ആദ്യമായി പരീക്ഷിക്കുകയും ചെയ്തു. ഈ പരീക്ഷണത്തിൽ 4 ദിവസങ്ങളിലായി 1000 പേരാണ് പങ്കെടുത്തത്. പിന്നീട് 2003-ലാണ് മനുഷ്യ ലൈബ്രറി സംഘടിപ്പിച്ചത്. അതിനുശേഷം 2006-ൽ ഓസ്ട്രേലിയയിലെ ലിസ്മോറിൽ ആദ്യത്തെ സ്ഥിര മനുഷ്യ ലൈബ്രറി സ്ഥാപിച്ചു. 2019-ഓടെ 70-ലധികം രാജ്യങ്ങളിൽ ഇത്തരത്തിൽ മനുഷ്യ ലൈബ്രറി സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇന്ത്യയിലുമുണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യ ലൈബ്രറികൾ. 2016-ലാണ് ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമൻ ലൈബ്രറി മൂവ്മെന്റ് വരുന്നത്. നിലവിൽ ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ ഹ്യൂമൻ ലൈബ്രറികളുണ്ട്. നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ അക്കാദമിക ഗവേഷണ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ശാസ്ത്രയാൻ 2026 പ്രദർശനത്തിന്റെ ഭാഗമായി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പഠന വകുപ്പ് ഹ്യൂമൻ ലൈബ്രറി സംഘടിപ്പിക്കുന്നുവെന്ന വാർത്തയാണ് ഇക്കാര്യങ്ങൾ പറയാൻ പ്രേരകമായത്. 2026 ജനുവരി 29, 30, 31 തീയതികളിലായി സർവകലാശാല പാർക്കിൽ 6 വേദികളിൽ നടക്കുന്ന പരിപാടിയിൽ വ്യത്യസ്ത മേഖലകളിൽ വൈവിധ്യം പുലർത്തിയ 30ഓളം മനുഷ്യ പുസ്തകങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തീർത്തും സൗജന്യമായി എത്തിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. വിവിധ സാമൂഹിക, സാംസ്കാരിക, തൊഴിൽ പശ്ചാത്തലങ്ങളിലുള്ള വ്യക്തികൾ പരസ്പരം ബഹുമാനത്തോടെയും തുറന്ന മനസ്സോടെയും നടത്തുന്ന സംവാദങ്ങൾ യഥാർത്ഥ ജീവിതങ്ങളെ അറിയാനും പഠിക്കാനും വൈവിധ്യങ്ങളെ അംഗീകരിക്കുവാനും സഹാനുഭൂതി വളർത്തുന്നതിനും സാമൂഹിക ഐക്യബോധം ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. പരമ്പരാഗത വായനശാലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഈ നൂതന ആശയം പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മനുഷ്യ പുസ്തകങ്ങളുമായി തുറന്ന സംഭാഷണത്തിനുള്ള ഒരു മികച്ച വേദിയായി ഉപയോഗിക്കാവുന്നതാണ്. ഹ്യൂമൻ ലൈബ്രറിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പഠന വകുപ്പുമായി ബന്ധപ്പെടണം. ഇന്ത്യയിൽ ഇൻഡോറിലും ഹൈദരാബാദിലുമൊക്കെ ഹ്യൂമൻ ലൈബ്രറി ഇവന്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇൻഡോറിലെ IIM ക്യാമ്പസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫീമെയിൽ സൂപ്പർ ബൈക്ക്, അൽഷിമേഴ്സ് കെയർ ഗിവർ, സ്ട്രഗ്ലിംഗ് എന്റർപ്രണർ, റിക്കവറിംഗ് ആൽക്കഹോളിക് എന്നിങ്ങനെ നീളുന്നതായിരുന്നു ഇൻഡോറിലെ ഹ്യൂമൻ ലൈബ്രറി ഇവന്റിൽ അവതരിപ്പിക്കപ്പെട്ട മനുഷ്യ പുസ്തകങ്ങളുടെ പേര്. ഹൈദരാബാദിലും ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഹ്യൂമൻ ലൈബ്രറി ഇവന്റിന് മുൻകൈയെടുത്തത്. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പ്രമുഖ ശാസ്ത്രജ്ഞരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഹ്യൂമൻ ലൈബ്രറി ഇവന്റ് നടത്തുകയുണ്ടായി. പുസ്തകങ്ങളെക്കുറിച്ച് ഇറക്കുന്ന കാറ്റലോഗ് പോലെ ഹ്യൂമൻ ലൈബ്രറി ഇവന്റിലെ മനുഷ്യ പുസ്തകങ്ങളെക്കുറിച്ചും കാറ്റലോഗുകൾ നിർമ്മിക്കാറുണ്ട്. പരിപാടിക്ക് മുൻപായി ഇവ പങ്കെടുക്കുന്നവർക്ക് അയച്ചു നൽകും. ഇഷ്ടപ്പെടുന്ന മനുഷ്യ പുസ്തകങ്ങളെ തിരഞ്ഞെടുത്ത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നിങ്ങൾക്ക് അവരോട് സംസാരിച്ചു തുടങ്ങാം. സംസാരിക്കുന്ന മനുഷ്യർ പുസ്തകങ്ങളാകുന്ന വായനശാല.
കാലവും ചരിത്രവും സംസ്കാരവും അനുഭവങ്ങളും ജീവിതത്തിന്റെ ഭ്രമാത്മകമായ നിഗൂഢതകളും വിഹുലതകളും ബന്ധങ്ങളുടെ ആർദ്രതയും തീവ്രതയും ഇവിടെ മനുഷ്യർ പറയും. നമുക്ക് ചുറ്റും വ്യത്യസ്ത അനുഭവങ്ങൾ അതിജീവിച്ചവരുണ്ട്. അവർക്ക് പറയാൻ ഏറെ വിഷയങ്ങളും. ആ വിവരങ്ങൾ അവരിലേക്ക് ഒതുങ്ങിപ്പോകാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഹ്യൂമൻ ലൈബ്രറി സഹായകമാകും. അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അച്ചടിച്ച അറിവുകൾക്ക് അതീതമായ വിജ്ഞാനം ലഭിക്കും. അവരുടെ തീക്ഷ്ണാനുഭവം പുസ്തകത്തിൽ ഒതുക്കാനാകില്ല. അതൊരു പക്ഷേ ഉരുൾപൊട്ടലിൽ വീടും കുടുംബവും നഷ്ടപ്പെട്ടവരാകാം, വിവിധ ദുരന്തങ്ങളുടെ ഇരകളാകാം, മദ്യ ലഹരി മരുന്നാസക്തിയെ അതിജീവിച്ചവരാകാം, ഒരു മോഷ്ടാവിന് മാനസാന്തരം വന്നതാകാം, ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം ചെയ്തവരാകാം, പഠിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വളർന്ന് ഉന്നതിയിലെത്തിയവരാകാം. ഭിന്നശേഷിക്കാരാണെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നവരാകാം. അവരുടെ ജീവിതകഥകൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പ്രചോദനമായേക്കാം. നിരനിരയായി അടുക്കിവെച്ച പുസ്തകങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളവ തിരഞ്ഞെടുത്ത് വായിച്ച് തിരികെ കൊണ്ടുവയ്ക്കുന്ന ലൈബ്രറികൾ അച്ചടിച്ച അറിവുകളുടെ വൻ ശേഖരമാണ്. എന്നാൽ പുസ്തകങ്ങളിലുള്ളവയേക്കാൾ തീക്ഷ്ണമാണ് അനുഭവങ്ങളിൽ നിന്നുള്ള അറിവെന്നാണ് പറയാറുള്ളത്. പുസ്തകങ്ങൾക്ക് പകരം ആ മനുഷ്യരെ വായിക്കാനും കേൾക്കാനും സൗകര്യമൊരുക്കുന്ന സംവിധാനമാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന പ്രസ്ഥാനം. ഈ ലൈബ്രറിയിൽ മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണ് പുസ്തകങ്ങൾ. തലക്കെട്ടും ലഘുവിവരണങ്ങളുമെല്ലാമുള്ള ഈ മനുഷ്യ പുസ്തകങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാം. അവരോട് സംഭാഷണത്തിലേർപ്പെട്ട് അവരുടെ അനുഭവങ്ങളിലൂടെ ഒരു പുസ്തകത്തിലെന്ന വണ്ണം സഞ്ചരിക്കാം. വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെയും വൈകാരിക ജ്വലനത്തിന്റെയും കാലത്ത് വായനയുടെ പുതിയ രൂപഭാവങ്ങൾ ആസ്വദിക്കുവാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവസരമൊരുക്കുന്നത് സഹൃദയ ലോകത്തിന് അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.